പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വീണ്ടും നമ്മളുടെ ബൈബിൾ ബുക്സിലൂടെയുള്ള യാത്രയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ആമോസിൻ്റെ പുസ്തകമാണ്. അത് 45-ാമത്തെ ലെസണാണ്. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കുന്നതായ കാര്യങ്ങൾ, ആരാണ് ഈ ആമോസ് എന്ന് പറയുന്നത്, ആമോസിനെ കുറിച്ച് നമ്മൾക്ക് എന്ത് അറിയുവാനായിട്ട് ഉണ്ട്, ആമോസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്, എങ്ങനെയാണ് അവൻ ജനിച്ചത്, എങ്ങനെയാണ് ദൈവം അവനെ വിളിച്ചത്, അവൻ്റെ ജോലി എന്തൊക്കെ ആയിരുന്നു, ഏത് രാജ്യത്താണ് അവന് പ്രസംഗിച്ചത്, അവൻ്റെ ഈ പ്രവചനത്തോട് ജനങ്ങൾക്കുണ്ടായിരുന്നതായ ആ റിയാക്ഷൻ എങ്ങനെയാണ്, അവനെ സ്വീകരിച്ചോ അതോ റിജക്റ്റ് ചെയ്തോ എന്നുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചില അയൽ രാജ്യങ്ങളുടെയൊക്കെ പേരുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതും വളരെ വേഗം നമ്മൾ പറഞ്ഞിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. ഈ പ്രധാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസ് സൊസൈറ്റിയിൽ കണ്ടത് ദൈവം ഇവനെ ഏൽപ്പിച്ച് വിഷയം അവിടെ ചെന്ന് പറയുന്നതായ കാര്യമാണ്. അത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതായ കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. ആരായിരുന്നു ഈ ആമോസ് എന്നുള്ളതായ വിഷയം നമ്മൾ നോക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് വായിക്കുന്നത്: തെക്കോവായിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസ്യാവിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്തും ഭൂകമ്പത്തിന് 2 വർഷം മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ചതായ വചനങ്ങൾ എന്നാണ് അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു ഇടയന്മാരിൽ ഒരുത്തനായ ഒരാളായിരുന്നു ഈ ആമോസ് എന്ന് പറയുന്നത്. ഇടയന്മാരെന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജോലിയാണ്. നമ്മൾ ദാവീദിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവനൊരു നല്ല ഇടയനായിരുന്നു. അവൻ ആടുകളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നതിനും എന്നുള്ളതായ കാര്യം അവന് അറിയാമായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു കമ്പാഷനേറ്റ് മൈൻഡ് ഉള്ളവരാണ് ഈ ഇടയന്മാരെന്ന് പറയുന്നത്. തള്ളയാടുകളെയൊക്കെ പതുക്കെ നടത്തിക്കൊണ്ട് പോകുന്നു, കാലൊടിഞ്ഞതിനെയൊക്കെ തോളത്ത് വെച്ചിക്കൊണ്ട് പോകുന്നു. അങ്ങനെയുള്ളതായ കാഴ്ചകളൊക്കെ ഇടയന്മാർക്ക് പറ്റുന്നതായ സ്വഭാവ വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലായിരുന്നപ്പോൾ ജനങ്ങളോട് വളരെ കമ്പാഷനുള്ളവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒരു ആട്ടിൻ കൂട്ടത്തെ നോക്കുന്നത് പോലെ ആവശ്യമായ കെയറൊക്കെ കൊടുത്ത് തള്ളയാടുകളെ പതുക്കെ നടത്തിക്കൊണ്ട് കാലൊടിഞ്ഞതിനെയൊക്കെ തോളത്തിട്ടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ 99-നെയും മാറ്റി നിർത്തിയിട്ട് അതിനെ തിരക്കിപ്പോകുന്നതായ നല്ല ഇടയൻ ആയ യേശുവിനെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇടയ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ തെക്കോവായിൽ ജനിച്ചതായ ഒരു പ്രവാചകനായിരുന്നു ഈ ആമോസ് പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ആമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ബേർഡൻ ബെയറർ എന്നാണ്, ഭാരം വഹിക്കുന്നവൻ എന്നാണ്. അതോടൊപ്പം തന്നെ യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്തും, യഹൂദ രാജാവ് എന്ന് പറയുമ്പോൾ സദേൺ കിങ്ഡത്തിലുള്ളതായ യഹൂദ രാജാവായിരുന്ന ഉസിയാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നതായ ഒരു ആളാണ് ഈ ആമോസ് എന്ന് പറയുന്നതായ ആൾ. അവൻ്റെ ഈ ജനനസ്ഥലം എന്ന് പറയുന്നത് തെക്കോവ എന്ന് പറയുന്നതായ സ്ഥലമാണ്. തെക്കോവ എന്ന് പറയുമ്പോൾ യെരുശലേമിനും ബേത്ലഹേമിനും ഇടയിൽ തെക്കേ രാജ്യമായ യഹൂദയിലായിരുന്നു അവൻ്റെ ജന്മസ്ഥലം എന്ന് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഉസിയ രാജാവിൻ്റെ കാലത്താണ് യെശയ്യാവൊക്കെ പ്രവചിച്ചിരുന്നത്. ആ സമയങ്ങളിലൊക്കെയാണ് ഈ ആമോസ് പ്രവാചകനും ജീവിച്ചിരുന്നത്. ജനിച്ചത് തെക്കേ രാജ്യമാണെങ്കിൽ തന്നെയും വടക്കേ രാജ്യത്തിലേക്ക് ചെന്നിട്ടാണ് ഇവൻ്റെ മെസ്സേജ്, പ്രവചനം ആ രാജ്യക്കാരോട് പറയുന്നത്. അതായത് വടക്കേ രാജ്യമായ വിഭജിക്കപ്പെട്ടതായ രാജ്യമായ ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കേ രാജ്യത്തിൽ അന്ന് രാജാവായിരുന്നത് ആരായിരുന്നു? യോവാശിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നതായ ആളാണ് ഈ ആമോസ് എന്ന് പറയുന്നതായ ആൾ. അപ്പോൾ
യെരോബെയാം എന്ന് പറയുന്നത് 2 പേരുണ്ട്. ആദ്യത്തെ സമയത്ത് ശലോമോൻ്റെ മകനോട് മത്സരിച്ച് വടക്കേ രാജ്യത്തെ രാജാവായ യെരോബെയാം ആണ് ഈ വിഗ്രഹങ്ങളെയൊക്കെ അവിടെ സ്ഥാപിച്ചത് എന്ന് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ബഥേലിൽ വിഗ്രഹങ്ങളെയൊക്കെ സ്ഥാപിച്ച് അവിടെ അങ്ങനെയുള്ള ആരാധന നടത്തി. അപ്പോൾ പഴയ ഈ യെരുശലേം ദേവാലയം സൗത്തിലായതുകൊണ്ട് ആ രാജ്യത്തേക്ക് നിങ്ങൾ പോകേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ജാതീയ മര്യാദ പ്രകാരം ഉള്ളതായ വിഗ്രഹത്തെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ താമസിക്കുന്നതായ ഒരു കൂട്ടരാണ് വടക്കേ രാജ്യക്കാർ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ തെക്കേ രാജ്യത്ത് നിന്നും വടക്കേ രാജ്യത്തേക്ക് ചെന്ന് അവിടുത്തെ സാമൂഹിക അനീതികളെ കണ്ടിട്ട് അവരോട് വിളിച്ചു പറയുന്ന ഒരു പ്രയാസമേറിയ ജോലിയാണ് ദൈവം ഈ ആമോസിനെ ഏൽപ്പിച്ചത് എന്ന് നമ്മൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനിയും അയൽ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ ഈ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അയൽ രാജ്യങ്ങളെയൊക്കെ ദൈവം ന്യായം വിധിക്കും എന്നുള്ളതായ കാര്യം. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഈ അയൽ രാജ്യങ്ങളെയൊക്കെ ദൈവം ന്യായം വിധിക്കുന്നത് എന്ന്. ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് ഇസ്രായേൽ മക്കളെന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കുന്നവരെ തൽക്കാലത്തേക്ക് ആ ഒരു ബാലശിക്ഷയിൽ കൂടെ നടത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ശിക്ഷയിലേക്ക് നടത്തുവാൻ വേണ്ടി അവരെ അന്യ രാജ്യങ്ങളെ അനുവദിക്കുന്നുവെങ്കിൽ തന്നെയും സ്വന്തം മക്കളെ ഉപദ്രവിക്കുകയും അവരെ വിഭാഗിച്ച് കളയുകയും അവരെ പല സ്ഥലങ്ങളിലേക്ക് ചിതറിച്ച് കളയുകയും ചെയ്യുന്നതായ ആ അന്യജാതിക്കാരെയൊക്കെ ദൈവം ശിക്ഷിക്കുന്നതായിട്ട്, പണീഷ് ചെയ്യുന്നതായിട്ട്, ന്യായം വിധിക്കുന്നതായിട്ട് ഉള്ളതായ കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില ഭാഗങ്ങളിൽ അങ്ങനെയുള്ളതായ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ദമ്മേശേക്ക് എന്ന് പറയുന്നതായ സ്ഥലത്തെക്കുറിച്ച് അവിടെ പറയുന്നു, അതിനെ ന്യായം വിധിക്കുമെന്ന്. അത് ഏതാണ്? ദമാസ്കസ് എന്ന് പറയുന്നതായ സ്ഥലമാണ്. ദമ്മേശേക്ക് എന്ന് പറയുന്നതായ പഴയ സ്ഥലം. അവിടെയാണ് നമ്മുടെ പുതിയ നിയമത്തിലെ പൗലോസ് ദൈവം മാനസാന്തരത്തിലേക്ക് നയിച്ചതായ സ്ഥലം, ദമാസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് എന്ന് പറയുന്നതായ സ്ഥലം നമ്മൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അരാമ്യർ എന്ന് പറയുന്നതായ ആ പഴയ പേരിലുള്ളതായ സ്ഥലം ഇന്നത്തെ സിറിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗസ എന്ന് പറയുമ്പോൾ ഇന്നും ആ പേര് തന്നെയാണ്. ഫിലിസ്തീനരുടെ ആ ഏരിയയാണ് ഗസ എന്ന് പറയുന്നത്, ഫിലിസ്തീയ ദേശം. അതുപോലെ തന്നെ സോർ എന്ന് പറയുന്നത് ഫൊയ്നീഷ്യ എന്ന് പറയുന്നതായ പ്രദേശമാണ് മോഡേൺ വേൾഡിൽ. അതുപോലെ ഏദോം രാജ്യം, ഏദോം എന്ന് പറയുന്നത് ഏശാവിൻ്റെ വർഗ്ഗക്കാരും പിൻഗാമികളും ചെന്ന് പാർക്കുന്നതായ പാറക്കെട്ടുള്ളതായ സ്ഥലം, അതായത് ജോർദാനോട് ചേർന്നുള്ളതായ സ്ഥലങ്ങളാണ് ഏദോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെയും ജാതീയ രാജ്യങ്ങളായിരുന്നു. അവരൊക്കെയും ഇസ്രായേലിന് അവരുടെ യാത്ര മിസ്രൈമിൽ നിന്നും തുടങ്ങി കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ മുതൽ അവരെ അസഹ്യപ്പെടുത്തുകയും അവരോട് യുദ്ധം ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതായ ആ ജാതീയ രാജ്യങ്ങളാണ്. അതുമാത്രവുമല്ല, കനാനിൽ ചെന്നതിന് ശേഷവും അവരെ ഞെരുക്കുകയും പിന്നീടുള്ളതായ സമയങ്ങളിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഇവരെയും പിടിച്ചുകൊണ്ട് പോവുകയും ഇവരുടെ ദേശം വിഭാഗിക്കുകയും അതുപോലെ ഇവിടുത്തെ ആളുകളെയൊക്കെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത രാജ്യങ്ങളൊക്കെ ജാതീയ രാജ്യങ്ങളാണ്. അശൂർ രാജ്യം, അതുപോലെ തന്നെ ബാബേൽ രാജ്യം, ബാബിലോണ്, ഇതൊക്കെ ഇസ്രായേൽ മക്കളെ പണീഷ് ചെയ്തതായ രാജ്യങ്ങളാണ്. ആ സമയങ്ങളിൽ ഇസ്രായേൽ മക്കളെ പണീഷ് ചെയ്തത് ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടെ ആയിരുന്നു എങ്കിൽ തന്നെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ രാജ്യങ്ങളെയെല്ലാം ദൈവം ന്യായം വിധിക്കും എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ജാതീയ രാജ്യങ്ങളെ എല്ലാം ന്യായം വിധിക്കുന്ന കർത്താവ് അത് വരുന്ന കാലങ്ങളിൽ അതങ്ങനെ ചെയ്യും എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, യഹൂദയുടെ 3-4 അകൃത്യം നിമിത്തം യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോകുന്ന വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കയാൽ തന്നെ അപ്പോൾ യഹൂദയെയും ദൈവം ന്യായം വിധിക്കും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും.
ഇനിയും ഇസ്രായേലിനെയും യഹൂദയുടെ മേലുള്ളതായ ന്യായവിധി അല്ലെങ്കിൽ സോഷ്യൽ ഇൻജസ്റ്റിസിന് ഉള്ളതായ ന്യായവിധി നമ്മൾക്ക് തുടർച്ചയായിട്ട് അടുത്ത അധ്യായങ്ങളിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യഹൂദിയെയും ഇസ്രായേലിനെയും ദൈവം ന്യായം വിധിക്കും എന്ന് പറയുന്നത്? ഇവിടെ പറയുന്നത് 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറച്ചു കളയുകയും ചെയ്യുന്നു. എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനോ അവൻ്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. ഇത് ഒക്കെ ഇസ്രായേലിൻ്റെ ഒക്കെ അതിക്രമമാണ്, സോഷ്യൽ ഇൻജസ്റ്റിസാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ബഥേൽ എന്ന് പറയുന്നതായ സ്ഥലത്ത് അമ്പലം സ്ഥാപിച്ചു, അല്ലെങ്കിൽ യഹൂദയിലെ ഉള്ളതായ യെരുശലേം ദേവാലയത്തിന് പകരമായിട്ട് ജാതീയ മാർഗത്തിൽ ജനങ്ങളെ നയിച്ചുകൊണ്ട് പിടിച്ചു നിർത്തിക്കൊണ്ട് ജാതീയ വ്യവസ്ഥ പ്രകാരം ഉള്ളതായ പ്രവർത്തനങ്ങളൊക്കെയാണ് അവിടെ ആ രാജാവ് ചെയ്തിരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള രാജാക്കന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് അത് ഫോളോ ചെയ്തത് എന്ന് നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ വായിച്ചതുപോലെ സാധുക്കളുടെ വഴി മറിച്ച് കളയുന്ന ആ കാര്യങ്ങളൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ, ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് കാളക്കൂട്ടിയൊക്കെ ആരാധിച്ചുകൊണ്ട് അതിനെ അശുദ്ധമാക്കുന്നതായ ഈ ജനങ്ങൾ ഇസ്രായേലിൽ ഉണ്ട്. അവരെ ദൈവം ന്യായം വിധിക്കും എന്നാണ് പറയുന്നത്. ബഥേൽ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, യാക്കോബ് തലവെച്ച് കിടന്നുറങ്ങിയതായ സ്ഥലമാണ്. എണ്ണയൊഴിച്ച് കല്ലിൻ്റെ മേൽ യാഗം കഴിച്ചതായ ഒരു സ്ഥലമാണ്. പ്രാർത്ഥന കഴിച്ച സ്ഥലമാണ്. ദൈവ വെളിപ്പാടുകൾ ലഭിച്ചതായ സ്ഥലമാണ് ബഥേൽ. വീണ്ടും തിരികെ നീ ബഥേലിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പോയതാണ്. എന്നാൽ ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ രാജാക്കന്മാർക്കൊക്കെ വളരെ ഭൗമികമായ നന്മകളൊക്കെ ലഭിച്ച് വളരെ ഉന്നതമായ സ്ഥിതിയിലെത്തിയപ്പോൾ അവർക്ക് തോന്നിയതുപോലെ ഈ ആരാധനാക്രമങ്ങളൊക്കെ മാറ്റി ജനങ്ങളെയെല്ലാം പിഴിഞ്ഞെടുക്കുക, പട്ടിണി പാവങ്ങളെയെല്ലാം നശിപ്പിച്ച് കളയുക, അതുപോലെ തന്നെ സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ചെയ്യുന്നതായിട്ട് 2-ന്റെ 7-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾക്ക് കാണുന്നു. അവിടെയുള്ളതായ അമ്പലത്തിനും ബലിപീഠത്തിനും അരികത്ത് നടക്കുന്നതായ ദുരാചാരങ്ങൾ, പാപപ്രവൃത്തികൾ, അത് കൂടാതെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്നു. അതും ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് പറയുന്നു. വീഞ്ഞ് ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് കുടിച്ച് തലയെ മന്ദമാക്കിക്കൊണ്ട് ലക്കും ലഗാനുമില്ലാതെ ഈ ദുഷ്പ്രവർത്തികൾ ചെയ്ത് ഇതിൽ രസിക്കുന്നതായ ഒരു കൂട്ടം ആൾക്കാർ ആണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. ആ ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നത് വലിയ പാപമായിട്ടാണ്. ഇമ്മോറൽ ലൈഫ് ഒക്കെ അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുകയാണ്. അത് ദൈവം വളരെ വലിയ പാപമായിട്ട് കണ്ടുകൊണ്ട് ദൈവിക ശിക്ഷ അവിടെ വിളിച്ച് പറയുവാൻ വേണ്ടിയാണ് ഈ യോവേൽ പ്രവാചകനെ ആ ബഥേലിലേക്ക് അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ വ്രതസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പാപമാണ് വ്രതസ്ഥന്മാരെന്ന് പറയുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ച് അല്ലെങ്കിൽ ജീവിതം വേർതിരിച്ച് ഈ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നതായ വ്രതസ്ഥന്മാർ എന്ന് പറയുന്നതായ ആൾക്കാർക്ക് അവരെന്ത് ചെയ്യുന്നു? വീഞ്ഞ് കുടിപ്പാൻ കൊടുക്കുന്നു. വീഞ്ഞ് കുടിക്കെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുടിപ്പിച്ചിട്ട് അവരെ ലക്കും ലഗാനുമില്ലാതെയാക്കിയിട്ട് ഇവർക്ക് തോന്നിയതുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നതായ ഒരു കൂട്ടം ആൾക്കാർ. ആ ആൾക്കാർ ആരാണ്? തുടർന്നുള്ളതായ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്ത് ഈ ബഥേൽ എന്ന് പറയുന്നത് ഒരു കച്ചവട കേന്ദ്രമായിരുന്നു, ഒരു പ്രധാന സ്ട്രാറ്റജിക് കേന്ദ്രമായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുകയും അവിടെ കൊണ്ട് വിൽക്കുകയും അങ്ങനെ ചെയ്യുന്നത് വളരെ ലാഭം ഉണ്ടാക്കുകയും എല്ലാ ലോകത്തിലുള്ളതായ സകല കൾച്ചറിൻ്റെയും ഒരു മിക്സ്ചറായിട്ട്, ഒരു മെൽറ്റിംഗ് പോട്ടറായിട്ട് തീർന്നുകൊണ്ട് അങ്ങനെ
യഹൂദന്മാരുടെ ദൈവത്തിൻ്റെ വ്യവസ്ഥകളെയൊക്കെ മറക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു സ്ഥലമായിട്ടാണ് ബഥേൽ ആയിത്തീരുന്നത്. പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്നും പറയുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ആമോസ് അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, നിങ്ങളങ്ങനെ ചെയ്യരുത്, ദൈവം നിങ്ങളെ ന്യായം വിധിക്കും, നിങ്ങളെ അശ്ശൂരിലേക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതിനുള്ളതായ കാലം വളരെ അടുത്തിരിക്കുന്നു, ഈ ദുർപ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നിർത്തണമെന്ന് പറയുമ്പോൾ പറയുകയാണ്, നീ ഇവിടെ പ്രവചിക്കരുത്, നീ നിൻ്റെ നാടായ തെക്കേ ദേശത്തിലേക്ക് പോയി അവിടെ ചെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രവാചകന്മാരെ ആ സ്ഥലത്ത് നിന്നും ഓടിച്ചു വിടുന്നതായ ഒരു സ്ഥലമായിട്ടാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. 3:2 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? അവിടെ കാണുന്നത് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്, ഈ വചനം കേൾപ്പിൻ, ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ഇവിടെ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിങ്ങളെ തിരഞ്ഞെടുത്ത് പ്രത്യേകമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാപം കണ്ടാൽ എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സന്ദർശിക്കും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അർഹതയില്ലാതിരുന്ന സ്ഥാനത്തെ ജാതികളിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് ദൈവം മക്കളായിത്തീർന്നുള്ളതായ അവകാശവും അറിവും തന്ന് യേശുക്രിസ്തുവിനേക്കുള്ള പരിജ്ഞാനത്തിൽ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളതിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളിയുള്ളതായ ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ചിൽ നമ്മൾ വീണു പോയാൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നമ്മളെയും സന്ദർശിക്കും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേക മക്കളാണ്. ഈ സമയത്ത്, ഈ കൃപായുഗത്തിൽ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ വിലയ്ക്ക് വാങ്ങിയതായ ദൈവമക്കളെ അത്രമാത്രം കാര്യമായിട്ടാണ് സ്നേഹിക്കുന്നത്, നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മളോട് സംസാരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. 3:7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ കാര്യം എഴുതിയിട്ടുണ്ട്. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അബ്രഹാമിൻ്റെ ചരിത്രം തന്നെ നോക്കാം. ലോത്തിനെയും അതുപോലെ താൻ പാർക്കുന്നതായ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തൻ്റെ ദാസനായ പ്രവാചകനായ അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവനിക്കാര്യം വെളിപ്പെടുത്തി, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, ആ ദേശത്തെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ഈ അബ്രഹാം ദൈവത്തിൻ്റെ കാൽക്കൽ വീണ് കേണപേക്ഷിക്കുകയാണ്, ഒരു ബാർഗെയിൻ ചെയ്യുകയാണ്. 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒടുവിൽ ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം എഗ്രി ചെയ്തു. എന്നാൽ അവരെ പോലും കാണുന്നില്ല. എന്നാൽ അബ്രഹാമിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ദൈവത്തിന് അങ്ങനെ പ്രവർത്തിപ്പാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണല്ലോ തൻ്റെ ബന്ധുവായിരുന്ന ലോത്തിനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ആ മലമണ്ടയിലേക്ക് ഓടി മാറ്റിയിട്ട് പൊക്കോളുക എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയായ കാര്യം. ഇവിടെ നമ്മളുടെ പോയിൻ്റ് എന്ന് പറയുന്നത്, തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ദൈവം ചെയ്യുകയില്ല. അപ്പോൾ അബ്രഹാമിനും ആ കാര്യം വെളിപ്പെടുത്തിയതുപോലെ ഇന്നത്തെ കാലത്തും തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് ദൈവം തൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ളതായ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന് സദൃശമായിട്ടുള്ളതായ ഒരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. അവിടെ പറയുന്നത്, ഇനി നിങ്ങളെ എൻ്റെ ദാസന്മാരെന്നല്ല ഞാൻ വിളിക്കുന്നത്, ഇനിയും എൻ്റെ ഫ്രണ്ട്സ് എന്താണ് എന്ന് പറഞ്ഞാൽ, ദാസന്മാരോട് എല്ലാ കാര്യങ്ങളും ഒന്നും യജമാനൻ പറയുകയില്ല. എന്നാൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് പറഞ്ഞ് ആ ഒരു സ്റ്റാറ്റസാണ് ദൈവം നമ്മൾക്ക് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. 3:14 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് എന്താണ്?
ഞാൻ ബഥേലിലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും. ഞാൻ ഹേമന്തഗ്രഹവും ഗ്രീഷ്മഗ്രഹവും ഒരുപോലെ തകർത്ത് കളയും. ദന്തഭവനങ്ങൾ നശിച്ചു പോകും, പല വീടുകളും മുഴിഞ്ഞു പോകുന്ന യഹോവയുടെ അരുളപ്പാട്. ബഥേലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്പം മിനിറ്റുകൾക്ക് മുമ്പേ. യാക്കോബിൻ്റെ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതായ സ്ഥലമാണ്. എന്നാൽ അതൊക്കെ മറന്നിട്ട് ഈ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ച് സ്വന്തം നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ വടക്കേ രാജ്യത്തുള്ളതായ ആൾക്കാർ അല്ലെങ്കിൽ രാജാക്കന്മാർ അവരുടെ ധനത്തിൻ്റെ പുഷ്ടി ഒക്കെ അനുഭവിച്ച് അതിൻ്റെ മധ്യത്തിൽ അവരെന്ത് ചെയ്തു? ആ ബഥേലിനെ അവർ കൺവേർട്ട് ചെയ്തു. ഇന്ന് വിഗ്രഹാരാധനയാക്കി മാറ്റി. പേര് മാത്രമുണ്ട് ആരാധനാ സ്ഥലം എന്ന്. എന്നാൽ അതിനെ ദൈവം നശിപ്പിച്ച് കളയും എന്നാണ് ഇവിടെ നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവിൻ, ഗിൽഗാലിൽ അതിക്രമം വർദ്ധിപ്പിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ല, നിങ്ങൾ ചെയ്യുന്നത് പോലെ എന്നാൽ ധാരാളമായിട്ട് അങ്ങ് ചെയ്തോളുക, അടിച്ചാലേ പോയില്ല എങ്കിൽ പോയാലേ ഞാൻ അടിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ഗോഡ് എന്ന് പറയുന്നത്, രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും 3-ാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ട് ചെല്ലുവിൻ, പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പീൻ. ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, നിങ്ങളങ്ങനെ ചെയ്തോളീൻ എന്ന് ദേഷ്യത്തോടെയാണ് ദൈവം പറയുന്നത്. സ്വമേധാദാനങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കാൻ ആക്കുവീൻ. അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ വാക്ക് വളരെ 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 പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ ദൈവം പറയുകയാണ്, ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെയാണ്. എൻ്റെ ഇഷ്ടം നിങ്ങൾ നോക്കുന്നില്ല, എൻ്റെ ഇഷ്ടം നിങ്ങൾ പരിഗണിക്കുന്നില്ല. എൻ്റെ ഇഷ്ടം ഇവിടെ ബൈബിളിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് എന്നെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് അന്യദൈവങ്ങളെ നിങ്ങൾ കണക്കിലെടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഇങ്ങനെയുള്ളതായ ബിംബങ്ങളെയൊക്കെ നമസ്കരിപ്പാനും പുളിച്ച മാവ്, ഉപദേശം ശുദ്ധിയില്ലാതെ പെശകുള്ളതായ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഇഷ്ടം. അതിനെ മറിച്ച് കളയുന്നതിലാണ് നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടം ആയിരിക്കുന്നത് അങ്ങനെയാണ്. യഹോവ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യായം വിധി വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അശൂര് ഇവരെ വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്ന ഓരോ ദിവസവും ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ അയച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്യുന്നു, അത് എൻ്റെ ഇഷ്ടമല്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ ഒരു പ്രത്യേക വാക്ക് നിങ്ങളുടെ മനസ്സിൽ നോട്ട് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ 6 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ 5 പ്രാവശ്യമായിട്ട് റിപ്പീറ്റഡായിട്ട് പറയുന്നതായ ഒരു വാക്കുണ്ട്. എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്നിട്ടും എന്ന് പറഞ്ഞാൽ പല അവസരങ്ങൾ തന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ലല്ലോ ഇസ്രായേൽ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അനുതപിക്കുകയാണ്. അവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, അപ്പത്തിൻ്റെ കുറവ് വരുത്തി എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. നിങ്ങളുടെ ഇടയിൽ ക്ഷാമം ഞാൻ വരുത്തി, അതുകൊണ്ടെങ്കിലും നിങ്ങൾ വരുമെന്ന് വിചാരിച്ചു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇനി 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, നിങ്ങൾ ഉഴന്ന് നടന്നു എന്നിട്ടും തിരിഞ്ഞില്ല, അത് മനസ്സിലാക്കിയില്ല എന്ന് കാണുന്നു. അപ്പോൾ ഉഴന്ന് നടന്നു, ദൈവത്തിൻ്റെ സഹായം എടുത്ത് കളഞ്ഞിട്ട് അവർ ഉഴന്ന് നടന്നേക്കേണ്ടതായ അനുഭവം ഉണ്ടായിട്ടും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്നാൽ ശിക്ഷ വന്നിട്ടും അവർ പഠിച്ചില്ല എന്നുള്ളതാണ്. 9-ാമത്തെ വാക്യത്തിൽ കാണുമ്പോൾ, അനുഗ്രഹങ്ങളെ തുള്ളൻ തിന്നു കളഞ്ഞു. അനുഗ്രഹങ്ങളെ എല്ലാം തുള്ളൻ വന്ന് തിന്നു കളഞ്ഞു. നിൽക്കുന്ന നിൽപ്പിൽ എല്ലാം നശിച്ചു പോകുന്ന അവസ്ഥകളൊക്കെ
തുള്ളൻ വന്ന്, ദൈവമയച്ചതായ തുള്ളൻ വന്ന് തിന്നു കളഞ്ഞു, എന്നിട്ടും നിങ്ങളത് മനസ്സിലാക്കിയില്ല, ഗ്രഹിച്ചില്ല എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പാളയത്തിൽ വാളും നാറ്റവും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ദൈവിക ശിക്ഷ. ശത്രുക്കൾ വന്ന് നിങ്ങളെ കൊന്നു കളഞ്ഞു, നാറ്റം പിടിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും അകന്നു പോയതുകൊണ്ട് ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കിയില്ല, എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. 11-ാമത്തെ വാക്യത്തിൽ, കത്തുന്ന തീയിൽ നിന്ന് നിന്നെ വലിച്ചെടുത്തു, എന്നിട്ടും മനസ്സിലാക്കിയില്ല. നിങ്ങൾ കത്തുന്ന തീയിൽ കിടന്ന് ചാകാൻ പോകുമ്പോൾ ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം വന്ന് വലിച്ചെടുത്ത്, ഒരു തീക്കുള്ളിയെപ്പോലെ വലിച്ചെടുത്തു, എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കിയില്ല. അപ്പോൾ അങ്ങനെ 5 പ്രാവശ്യം വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ഹൃദയവേദനയിൽ നിന്നും തൻ്റെ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ പല കാര്യങ്ങൾ നിങ്ങളെ ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി ചെയ്തു, എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിയുന്നതിനുള്ളതായ അവസരങ്ങളാണ്, എന്നിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളുടെയും സ്ഥിതി ഇങ്ങനെയായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. അവസരങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവം സഹായിച്ച് അതിൽ നിന്ന് കരയേറ്റി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നിട്ടും അവൻ്റെ ആ കാര്യം മനസ്സിലാക്കാതെ ഇരിക്കരുത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് വരേണം എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ജനത്തോട് ദൈവത്തിന് ഒരു വാക്കുണ്ട്, ഒരു വാണിംഗ് ഉണ്ട്. എന്താണ് പറയുന്നത്? നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിൻ്റെ ദൈവത്തെ എതിരേൽക്കുന്നതായ ഒരു ദിവസം നിൻ്റെ മുമ്പിലുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നീ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ആ ശിക്ഷ ക്കുവാൻ വേണ്ടി നീ തയ്യാറെടുത്തുകൊള്ളുക എന്നുള്ളതാണ് നമ്മൾക്ക് കാണുന്നത്. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തിൻ്റെ ദിവസം ത്തെക്കുറിച്ച് ബൈബിളിൽ ഉണ്ടല്ലോ. കഴിഞ്ഞ ലെസണിൽ നമ്മളത് പഠിക്കുകയുണ്ടായി. ജാതികളൊക്കെ ദൈവത്തെ അറിയാതെ ഇരിക്കുമ്പോൾ ദൈവത്തെ എതിരേൽപ്പാനായിട്ട് അവരും സകല മുഴങ്കാലം മടങ്ങുന്നതായി ഒരു ദിവസമുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ അറിയാത്തതായ സകലരും ദൈവത്തെ എതിരേൽക്കുവാൻ വേണ്ടി ഒരു ദിവസം ഒരുങ്ങിക്കൊള്ളണം എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങാതെ നിൽക്കുന്നവരോടാണ് ഈ മെസ്സേജ് പറയുന്നത്. എന്നാൽ ഇന്ന് താമസിക്കുന്ന നമ്മൾക്കും ഈ പുതിയ നിയമസഭയിലുള്ളതായ ദൈവമക്കളോട് പറയുന്ന വാക്ക്, നിങ്ങളും ഒരുങ്ങിക്കൊള്ളുക. നമ്മളുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നല്ലോ. 10 കന്യകമാർ എങ്ങനെ അവർ ഒരുങ്ങി. 5 കന്യകമാർ വിളക്കിൽ എക്സ്ട്രാ എണ്ണ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളിൽ നിറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വരവിനെ കാത്തുകൊണ്ട് ഏത് സമയത്ത് വന്നാലും നഷ്ടപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോയെന്നുള്ളതായ ആ ദൃഢനിശ്ചയത്തോടു കൂടി 5 കന്യകമാർ മുൻപോട്ട് പോകുമ്പോൾ മറ്റ് 5 കന്യകന്മാരും ഇവരോട് കൂടെയുള്ളവരായിരുന്നു. അവരും കന്യകന്മാരായിരുന്നു, കാന്തനെ കാത്തിരിക്കുന്നവരായിരുന്നു. എന്നാൽ ഒരു കുറവ് മാത്രം, അവർ എക്സ്ട്രാ എണ്ണ എടുത്തില്ല. അവരുടെ വിളക്കുള്ളതായ എണ്ണ തീർന്നു പോയി. എന്നാൽ എക്സ്ട്രാ എണ്ണയില്ലാഞ്ഞതിനാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ദർശനവും വെളിപ്പാടും ശക്തീകരണവും ഒക്കെ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ കൈവിടപ്പെട്ടു പോയെന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തെ എതിരേൽപ്പാനായിട്ട് നീ ഒരുങ്ങിക്കൊള്ളണം എന്നുള്ളതായ ശബ്ദം പഴയ നിയമ ജനങ്ങൾക്ക് ഉണ്ട്, ഇന്നത്തെ ജനങ്ങൾക്കുമുണ്ട്. വരും കാലത്തും ദൈവത്തെ എതിരേൽപ്പാൻ വേണ്ടി എല്ലാ ജനവും ഒരുങ്ങിക്കൊള്ളണം എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 5-ന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ, ബേഥേലിനെ അന്വേഷിക്കരുത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ എന്നെ അന്വേഷിക്കണം. ബേഥേലെന്ന് പറയുന്നത് നിങ്ങളുടെ രാജാക്കന്മാർ പഠിപ്പിച്ചതാണ്. രാജാക്കന്മാർ അവരുടെ
കോപത്തിലുണ്ടാക്കിയതായ സ്ഥലമാണ്. രാജാക്കന്മാർ അവരുടെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് മോഡിഫൈ ചെയ്തുണ്ടാക്കിയാണ്. അതിൽ നിങ്ങൾ ആശ്രയിക്കരുത് എന്ന് തീർത്ത് പറയുകയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ, ദൈവത്തിൻ്റെ വചനത്തെ അന്വേഷിപ്പീൻ. ദൈവവചനത്തിൽ ന്യായപ്രമാണത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിനെ അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. 5:18 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുന്ന യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ലീഡേഴ്സ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇത് ചെയ്താൽ മതി, നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്ന് ലീഡേഴ്സ് പറയുന്നു. എന്നാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോകേണ്ടത്. ദൈവത്തിൻ്റെ വചനം നോക്കുക, ന്യായപ്രമാണം നോക്കുക. അതൊക്കെ ട്രഡീഷൻ വിട്ടിട്ട് യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടമാണ് വരാൻ പോകുന്നതെന്ന് പ്രവാചകൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇന്നത്തെ കാലത്തും അതുപോലെയാണ്. ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് മറ്റ് കാര്യങ്ങൾ കൂടെയൊക്കെ രക്ഷ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല ഇരുട്ടത്ര. യഹോവയുടെ ദിവസം വരുമ്പോൾ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ, ആ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കാതെ ഇരിക്കുന്നവർക്ക് അവർക്ക് വെളിച്ചമല്ല ഇരുണ്ട ദിവസമാണ് ആ യഹോവയുടെ ദിവസത്തിൽ വരാനായിട്ട് പോകുന്നത്. വീണ്ടും വീണ്ടും പ്രവാചകൻ അന്ന് അങ്ങനെ അവരോട് പറഞ്ഞു, യഹോവയുടെ വാക്കനുസരിക്കാതെ പോയതുകൊണ്ട്. ഇന്നത്തെ കാലത്ത് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോരോ മീഡിയയിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൺവെൻഷനിലൂടെ കേൾക്കുന്നു, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിലൂടെ കേൾക്കുന്നു, അതുപോലെ തന്നെ ഫോണിൽ കൂടെയുള്ള മെസ്സേജ് കേൾക്കുന്നു, കൺവെൻഷനിലൂടെ പ്രസംഗങ്ങൾ കേൾക്കുന്നു, സുവിശേഷകന്മാരിൽ കൂടെയുള്ള പ്രവചനങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയിൽ കൂടെ രക്ഷപ്പെട്ട് അത് യഹോവയെ നേരിടുവാൻ, യഹോവയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ ചെല്ലുവാൻ, അവനെ ആലിംഗനം ചെയ്യുന്ന ഒരു ദിവസത്തിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ളതായ വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? 5:21 നിങ്ങളുടെ സഭായോഗങ്ങൾ, യാഗങ്ങൾ നിങ്ങൾ തന്നെ ചുമക്കേണ്ടി വരും. നിങ്ങൾ ഉണ്ടാക്കിയ നക്ഷത്രദേവൻ രാജാവായ സിക്കൂത്തിനെയും നിങ്ങൾ തന്നെ ചുമക്കേണ്ടി വരും. അപ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ ചുരുക്കം ഇങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ ദേവനെ ഉണ്ടാക്കി, നിങ്ങൾക്കിഷ്ടമുള്ളതായ ദേവന്മാരെ, ദൈവത്തെ നിങ്ങളുണ്ടാക്കി നിങ്ങൾ തന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നു. കാരണം നമ്മളോടൊന്നും പറയത്തില്ല നീ ഇങ്ങനെ ചെയ്യണമെന്നോ സ്ട്രിക്റ്റായിട്ടുള്ള യാതൊരു നിയമവും അതിന് വായില്ല, സംസാരിക്കുവാൻ വായില്ല, കേൾക്കുവാനായിട്ട് ചെവിയില്ല. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ ദോഷപ്രവൃത്തി ചെയ്താൽ കാണാനായിട്ട് അതിന് കണ്ണുമില്ല. അങ്ങനെയുള്ള ദൈവങ്ങളെ ഉണ്ടാക്കി തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ജനത്തിൻ്റെ പിക്ചറാണ് 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള 26 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സഭായോഗങ്ങൾ, നിങ്ങളുടെ യാഗങ്ങൾ, നിങ്ങൾ ഉണ്ടാക്കിയതായ നക്ഷത്രദേവനെന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുണ്ടാക്കി വച്ചിരിക്കുകയാണ്. രാജാവായ സുക്കൂത്തിൻ്റെ പ്രതിമയെയും ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ ചുമക്കേണ്ടി വരും. അപ്പോൾ ചെയ്ത് കൂട്ടുന്ന സകല പാപങ്ങളെയും അവർ തന്നെ ചുമക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ പാപങ്ങൾ ചെയ്ത് കൂട്ടിയാൽ അത് നമ്മൾ തന്നെ ചുമക്കേണ്ടി വരും. അന്ന് യഹോവയുടെ ദിവസത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആരും കാണുകയില്ല. നമ്മൾ പാപം ഒഴിഞ്ഞവരായിട്ട് ഫ്രീ ആയിട്ട് അങ്ങനെ സന്തോഷത്തോടും രക്ഷയുടെ ആ മാർഗത്തിലായിരിക്കണം നമ്മളുടെ യാത്ര. ക്രിസ്തുവിൽ നമ്മളുടെ ജീവിതത്തെ സ്വതന്ത്രമാക്കിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണമെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ചുമക്കുന്നവർ ആയിരിക്കരുത് എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളിൽ അവിടെ ലക്ഷറി ലൈഫിനെ കുറിച്ചാണ് കാണുന്നത്. ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. യോസേപ്പിൻ്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ല താനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സഹോദരന്മാർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് വിചാരിക്കാതെ ലക്ഷറി ലൈഫ് ഏത് വിധേനയും
ശാരീരിക സുഖം അനുഭവിക്കണം, മാനസിക സുഖം അനുഭവിക്കണം, ആത്മീയമായിട്ട് ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഈ ഒരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ സെൽഫിഷ്നെസ് ആയിട്ടുള്ളതായ ലക്ഷറി ലൈഫിൽ താമസിക്കുന്നതായ പ്രഭുക്കന്മാരെയും പണക്കാരെയും എടുത്തുകൊണ്ടാണ് ഈ പ്രവാചകൻ തൻ്റെ ദൂത് അറിയിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ കർത്താവ് തൂക്കുകട്ട പിടിക്കുന്നതായിട്ട് ഉള്ള ഒരു മനുഷ്യനായിട്ട് ഒരാളായിട്ടാണ് കാണുന്നത്. തൂക്കുകട്ട പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അളന്ന ഓരോന്നിനും പ്രതിഫലം തരുന്നവനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ കയ്യിൽ ഒരു തൂക്കുകട്ടയുണ്ട്, അളവുകോലുണ്ട്. അവൻ അളവ് അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കാനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അളവിനനുസരിച്ച്, നിയമമനുസരിച്ച് നമ്മളുടെ കാലുകൾ വയ്ക്കണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. ഈ തെക്കേ രാജ്യത്ത് നിന്നും ഈ ആമോസ് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഈ ദൂതുമായിട്ട് ബഥേലിൽ ചെന്നിട്ട് അവിടുത്തെ പ്രവാചകന്മാരോടും അവിടുത്തെ പുരോഹിതന്മാരോടും ജനങ്ങളോടും പണക്കാരോടും ഇതുപോലെ തന്നെ റിലീജിയസ് ലീഡേഴ്സിനോടും റോയൽ ഫാമിലീസിനോടുമൊക്കെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു, വളരെ കർശനമായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, യു ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ എന്നാണ് പറയുന്നത്. ബഥേലിൽ നിന്ന് നിനക്ക് പുറത്തു പോകാം, ഇവിടെ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല, നീ നിൻ്റെ നാടായ യഹൂദയിൽ പോയി പ്രവചിച്ചാൽ മതി. അങ്ങനെ പ്രവാചകന്മാരോട് ഗെറ്റ് ഔട്ട് ചെയ്യുന്നതായ ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ നമ്മൾക്ക് ബഥേലിനെ കാണുന്നത്. അപ്പോൾ ബഥേലിൻ്റെ മേൽ ന്യായവിധി ആദ്യമായിട്ട് കടന്നു വരികയാണ്. അവരെയാണ് യേശുവിന് അധികം താമസിക്കാതെ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നതായിട്ട് സാധിക്കുന്നത്. തനിക്ക് വലിയ കാര്യങ്ങളൊന്നും പ്രശംസിപ്പാനില്ല. തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യഹോവ എന്നെ പിടിച്ചതാണ്, ഞാനൊരു ആട്ടിടയനായിരുന്നു, ഞാൻ കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ടിരുന്നവനായിരുന്നു. ആ സമയത്താണ് ദൈവം എൻ്റെ മേലിൽ ബേർഡൻ വെച്ചിട്ട് നീ ചെന്നവരോട് പറയണമെന്ന് എന്നെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടും ബഥേലുള്ളവർക്ക് അവനോട് യാതൊരു കനിവും തോന്നിയതായിട്ട് നമ്മൾക്ക് കാണുന്നില്ല. 7-ന്റെ 17-ാമത്തെ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുന്നത് ദേശത്തെ ജനത്തെ വിഭാഗിക്കും, നിൻ്റെ ദേശം വിഭാഗിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ ആലോചന ദേഷ്യത്തോടു കൂടെ പറയുകയാണ്. അപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളെ എല്ലാം അവർ അനുസരണത്തിലേക്ക് വരാഞ്ഞത് കാരണം ആ ദേശത്തെയെല്ലാം വിഭാഗിക്കപ്പെട്ടു. ദേശം എല്ലാം തുള്ളനും വെട്ടുക്കിളിയും തിന്ന് യാതൊരു വിധമായ വളർച്ചയും സസ്യങ്ങളും മഴയും ഒന്നുമില്ലാതെ അങ്ങനെ ദേശം വിഭാഗിക്കപ്പെട്ട് കിടന്നതായിട്ട് നമ്മൾക്ക് കാണുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി, തൻ്റെ ജനത്തെ വിഭാഗിക്കുന്നത് സാത്താനാണ്. അപ്പോൾ ഈ സാത്താന് ജനത്തെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് ജനത്തെയെല്ലാം വിഭാഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാക്കി ചെയ്യുന്നതായ പ്രവർത്തനമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദൈവത്തിന് വളരെ പ്രയാസമുള്ളതായ ഒരു കാര്യമുണ്ട്. എൻ്റെ ജനത്തെ അവൻ വിഭാഗിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ജാതീയ രാജ്യങ്ങൾ ഒക്കെ എൻ്റെ ജനത്തെ വിഭാഗിച്ചു എങ്കിൽ തന്നെയും ഇവിടെ ഈ ന്യായ വിധിയോട് അനുബന്ധിച്ച് വിഭാഗിച്ചു എങ്കിൽ തന്നെയും അവരെ വീണ്ടും ദൈവം ശിക്ഷ വിധിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ളതായ വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാൾ വരുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അപ്പോൾ ദൈവം അയക്കുന്നതായ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, ഒരു നാൾ വരുന്നുണ്ട്. വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനം എനിക്ക് കേൾക്കണമെന്നുള്ളതായ ആഗ്രഹം ജനങ്ങൾക്ക് വരുന്നതായ ഒരു കാലം വരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 9-ന്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദാവീദിൻ്റെ വീണുപോയ കൂടാരം എന്ന് നമ്മൾ പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് ഞാൻ നിവർത്തും എന്നാണ് നമുക്ക് കാണുന്നത്. ദാവീദിന് ഒരു കൂടാരമുണ്ടായിരുന്നു, സത്യ ആരാധനയായിരുന്നു അവനുണ്ടായിരുന്നത്. എന്നാൽ തുടർന്നുള്ളതായ രാജാക്കന്മാരുടെ ദുർഭരണവും
ജാതീയ ആചാരം ചെയ്തത് കാരണം ആ കൂടാരം വീണുപോയി, അത് നിലനിന്നില്ല കുറേ നാളത്തേക്ക്. എന്നാൽ വീണ്ടും പറയുകയാണ് ഫ്യൂച്ചറിൽ നടക്കുവാനുള്ള കാര്യം, സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് ഞാനതിനെ നിവർത്തും. ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ദാവീദിൻ്റെ കൂടാരം അങ്ങനെ കുറേ നാളത്തേക്ക് വീണു പോയെങ്കിൽ തന്നെയും സകല ജാതികളെയും, ലോകത്തിലുള്ള സകല ജാതികളെയും കൈവശമാക്കേണ്ടതിന്, ദൈവരാജ്യത്തിലാക്കേണ്ടതിന് ഞാനതിനെ നിവർത്തും. ദാവീദിൻ്റെ ആരാധന, ദാവീദിനെ പോലെ പാടുന്നവർ, ദാവീദിനെ പോലെ ആരാധിക്കുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നവർ, ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ ദൈവസ്നേഹത്തെ അറിഞ്ഞുകൊണ്ട് ഈ ദാവീദിൻ്റെ കൂടാരത്തെ ഉയർത്തുന്നതായ ഒരു നാള് വരും. ഇന്നത്തെ കാലത്ത് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നാം ആ ആരാധനയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരു മെസിയാനിക് പ്രോഫസിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ളതായ ന്യായവിധിയിൽ കൂടെ കടന്നു പോയാൽ തന്നെയും ഞാൻ അവരെ റിസ്റ്റോർ ചെയ്യും. അവരുടെ ദാവീദ് രാജാവിൻ്റെ ആ ആലയം വീണുപോയി, കുറേ നാളത്തേക്ക് ഇല്ലാതെ പോയി, എന്നാൽ അത് റിസ്റ്റോർ ചെയ്യും. യെരുശലേമിൽ റിസ്റ്റോർ ചെയ്യും. അന്ന് ജാതികളെല്ലാവരും അവിടേക്ക് കടന്നു വരുന്നതായ ഒരു റെസ്റ്റോറേഷൻ്റെ ടൈമായിരിക്കും എന്നുള്ളതായ ഒരു പ്രൊഫസിയാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദാവീദിൻ്റെ കൂടാരം എന്ന് പറയുമ്പോൾ ഒരു ഹംബിൾ ബിഗിനിങ് ആയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ഇസ്രായേൽ വീണ്ടും ആ ഒരു സ്ഥിതിയിലേക്ക് ഒരു ഹംബിളായിട്ടുള്ള സ്റ്റേജിലേക്ക്, കർത്താവിലേക്ക് കണ്ണുകളെ ഉയർത്തും. തങ്ങൾ കുത്തിയവരിലേക്ക് നോക്കുമ്പോൾ അവിടെയാണ് ഒരു റെസ്റ്റോറേഷൻ സംഭവിക്കുന്നത്. അന്നെല്ലാവരും അവനിൽ വിശ്വസിക്കും. ദാവീദിൻ്റെ കൂടാരം അന്ന് ഉയർത്തപ്പെടും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേൽ മക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കും എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ ആരും പറിച്ചു കളയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. 8:15 ഒടുവിലത്തെ വാക്യത്തിൽ. അപ്പോൾ യഹോവ കൊടുത്തിരിക്കുന്ന ഒരു ദേശമുണ്ട്. ഇന്ന് ദൈവത്തെ അറിയാത്തത് കൊണ്ട് ടെമ്പററിയായിട്ട് അവരുടെ ആ ഒലിവും വൃക്ഷത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞു പോയെങ്കിൽ തന്നെയും ഒടുവിലൊരു സമയം വരുന്നുണ്ട്, റെസ്റ്റോറേഷൻ്റെ സമയം വരുന്നുണ്ട്. അന്ന് ആരും അവരെ ആ ദേശത്ത് നിന്ന് പറിച്ച് കളകയില്ല. ദൈവം ഇങ്ങനെ ശപഥം ചെയ്ത് അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആമോസിൻ്റെ പുസ്തകം നമ്മൾ ഇന്ന് പഠിച്ചു. ആമോസ് എന്ന് പറയുന്നത് ഒരു ഹംബിളായിട്ടുള്ളതായ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. തൻ്റെ തൊഴിൽ, വിളിയെ എല്ലാം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. ഹംബിളായിട്ടുള്ളതായ ജീവിതം. ഞാനൊരു ആട്ടിടയനായിരുന്നു, ഞാനൊരു പ്രൊഫഷണൽ പ്രവാചകനൊന്നുമല്ല, ഞാൻ കാട്ടത്തിപ്പഴം പറിച്ചവനായിരുന്നു. എന്നാൽ ആ സമയത്ത് ദൈവം എൻ്റെ മേലെ ബേർഡൻ തന്നു. ഞാൻ അതുകൊണ്ട് അവിടേക്ക് പോയി. അങ്ങനെയുള്ള ഒരു പ്രവാചക ദൗത്യം എൻ്റെ കർത്താവിനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞതാണ്. ഓപ്പണായിട്ട് പറയുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പ്രവാചകനായിരുന്നു ആമോസ് പ്രവാചകൻ എന്ന് പറയുന്നത്. ദൈവിക സന്ദേശത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രവാചകനായിരുന്നു. അവനെ ഗെറ്റ് ഔട്ട് പറഞ്ഞെങ്കിൽ തന്നെയും, ജനങ്ങൾ നിന്ദിച്ചെങ്കിൽ തന്നെയും, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി ചെന്ന് പറയേണ്ടതായ അവസ്ഥ ഉണ്ടായെങ്കിൽ തന്നെയും അവൻ അതിലൊന്നും ബന്ധപ്പെടാതെ ദൈവിക സന്ദേശം, ഞാനൊരു സന്ദേശവാഹകനാണ്, എൻ്റെ ദൗത്യം എനിക്ക് നിവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് പ്രതികൂലത്തെയും നേരിടുവാൻ അവൻ തയ്യാറായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാറ്റ് കോൾ വാസ് നോട്ട് ഈസി. നമ്മളുടെ ഇന്നത്തെ കാലത്തും ദൈവത്തിൻ്റെ വിളി കേൾക്കുമ്പോൾ പലരും ഈ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അത് കണ്ടുകൊണ്ട് മാറി നിൽക്കുന്നവരാണ്. എന്നാൽ ആ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും വകവയ്ക്കാതെ തങ്ങളുടെ വായെ ഓപ്പൺ ചെയ്യുക, തങ്ങളുടെ സ്റ്റെപ്പുകളെ മുൻപോട്ട് വയ്ക്കുക, തങ്ങളുടെ കൈകളെ ഉയർത്തുക, ശബ്ദമുയർത്തുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം ശക്തിയോടുകൂടെ പറയുവാനും നേരെ നിൽക്കുവാനും ദൈവിക സന്ദേശത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
അന്നത്തെ മെസ്സേജ് എന്ന് പറയുന്ന റിലീജിയസ് ലീഡേഴ്സിനെ അവന് ഫേസ് ചെയ്യണമായിരുന്നു, റോയൽ ഫാമിലീസിനെ ഫേസ് ചെയ്യണമായിരുന്നു. അതൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയും ദൈവം സോവറിൻ ഗോഡാണ്, പരമാധികാരം നമ്മുടെ ദൈവത്തിനാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അത് ജനങ്ങളിലേക്ക് പാസ് ചെയ്യുവാനായിട്ടും അവൻ ട്രൈ ചെയ്തു. അങ്ങനെയുള്ള ഒരു പ്രവാചകനായിരുന്നു ഈ യോവേൽ പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഹി വാസ് എ ബേർഡൻ ബെയറർ എന്ന് പറയുമ്പോൾ ഭാരത്തെ ചുമക്കുന്നവനായിരുന്നു. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനാണ് എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്? അങ്ങനെ ഒരു പ്രവാചകനായിട്ട് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നുവെങ്കിൽ അവൻ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ വേണ്ടിയാണ് അവൻ വന്നത്. അവൻ ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. നീതിയും ന്യായവും നടത്തുവാൻ വേണ്ടിയാണ്. മനുഷ്യർക്കത് കഴിയാതിരുന്നതിനെ കാൽവറി ക്രൂസിൽ ചെന്നിട്ട് ആ നീതിയും ന്യായവും സമാധാനവും സന്തോഷവും എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കാൽവറിയിൽ അത് സാധിപ്പിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി ഇന്ന് നമ്മളുടെ വലിയ പ്രവാചകനായിട്ട് നിൽക്കുന്ന ആ യേശുവിൻ്റെ ശബ്ദം നമ്മൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി നമ്മൾക്ക് ഒരുങ്ങി നിൽപ്പാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അവിടെ നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.